അച്ഛൻ ആദ്യമേ പറഞ്ഞത് എന്താണ്? ഉടമ്പടി ഒരു അവെയർനെസ്സാണ്, ഒരു പക്ഷേ ഷാർപ്പ് ആൻഡ് സീരിയസ് അവെയർനെസ്സാണ്. സാധാരണ ഒരു ലോ ലെവലിലുള്ള ഓർഡിനറി അവെയർനെസ് അല്ല, ഷാർപ്പാണ്. കാര്യം ദൈവവുമായിട്ട് അതർ കക്ഷി ദൈവമാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ പ്രശ്നം വെച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുന്നു എന്ന് വിചാരിച്ചോ, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുന്നു, അയൽവാസി വരുന്നു. നമുക്കറിയാം അയൽവാസിയെക്കുറിച്ചുള്ള അവയർനെസ്സിനെ കൊണ്ട്. അപ്പോൾ അതപ്പോൾ നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്ന പടത്തിന് നിൽക്കും, അവൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് അടുക്കളയിൽ വന്നോളൂ എന്ന് വിചാരിക്കും, അല്ലേ കറക്റ്റേ? ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാരത്തിയാണെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ പിന്നെ അവിടെ. പക്ഷെ ആളെ കൂടി അതൊരു മിനിസ്റ്റർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റായി. പിന്നെ നിങ്ങൾ വീടും കോലവും നമ്മുടെ ഡ്രസ്സുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പിന്നെ ആകപ്പാട് പ്രശ്നമായി. ഒന്നെങ്കിൽ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ ഒളിച്ചോടിക്കളയും, നാട് വിട്ടു പോകുന്നത് ഇല്ല. അതായത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഇടം പോണ ഒരു അവസ്ഥയിലേക്കാണെന്നുകൊണ്ട് നിങ്ങൾ ആകപ്പാട് ചളിപ്പാവും, ചമ്മലാവും ശരിക്കും. ഇതിപ്പോൾ ആരാണ് ഉടമ്പടിയോട് വരുമ്പോൾ? ദൈവമാണ് അതർ സൈഡ് വരണത്. അതതിൻ്റെ വിഷയം. ഷാർപ്പായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഒരു എളിമയെന്ന് പറയണത് അതാണല്ലോ ഇത് മുഴുവൻ വർക്കൗട്ട് ചെയ്യണത്. ദൈവം ഇത്രയും താഴ്ന്ന് നമ്മളുടെ ജീവിതാവസ്ഥകളിലേക്ക് വരാൻ ദൈവം ഒരു ഇടമുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് അത് ബൈബിളിൽ ആദ്യം മുതൽ പറയുന്ന സംഭവമാണ്. അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസനായി. അതുകൊണ്ട് സമാന്തരമായിട്ട് ദൈവമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും ദാസൻ്റെ ലെവലിലേക്ക് റീസെറ്റ് ചെയ്യണം. ശരിക്കും എളിമ, വിനയം, വിശ്വസ്തത, കാര്യം ഇതെല്ലാം കുറേ ഗുണങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിലവാരമുള്ള സാക്ഷ്യങ്ങളാണ് ഉടമ്പടി എന്ന് വരേണ്ടത്. അല്ല നിങ്ങൾ പറയുന്ന ലിറ്റിൽ സാക്ഷ്യം, ചെറിയ സാക്ഷ്യങ്ങളാണ്. ഇന്നലെ ഒരു ചേച്ചി ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ആ സാക്ഷ്യം തിരഞ്ഞെടുത്തിൽ വന്ന മിസ്റ്റേക്കാണ്. സാക്ഷ്യം അത് ഉടമ്പടി സാക്ഷ്യം അല്ല. അത് ചുമ്മാ പൈപ്പിൻ്റെ ചവിട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചിമാർക്ക് പറയാൻ പറ്റിയ എന്തൊരു സംഭവമാണ്. അത് ഭയങ്കര നാണം കിട്ടുപോയി അത് കേട്ടപ്പോൾ. വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? അവർ പറഞ്ഞ സാക്ഷ്യത്തിലേ ഉള്ളൂ അവർക്ക് ജോലിയില്ലായിരുന്നു, അത് ചെറിയ ജോലിയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്ത് ആ കെട്ടിടത്തിൽ തന്നെ അവർക്ക് ജോലി കിട്ടി. പിന്നെ അവരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓപ്പറേഷൻ ഭർത്താവിന് ഒരുമിച്ച് വന്നു. അപ്പോൾ അത് ഒരുമിച്ച് 3 ചെയ്യണമെന്ന് ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ 3 ചെയ്യാമെന്ന് ഡോക്ടർ ഏറ്റു. അപ്പം ഞങ്ങളുടെ പൈസ ചോദിച്ചപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബില്ല് വന്നപ്പോൾ ഞങ്ങളുടെ കാശില്ലാഞ്ഞ്. എന്ത് വിഡ്ഢിത്തരമാണ്! 3 ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഇവർ അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് 3 ചെയ്യാമെന്ന് ആശുപത്രിക്കാർ പറഞ്ഞിരിക്കുകയാണ്. ബില്ല് വന്നപ്പോൾ കാശില്ലെന്ന് കൊടുക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ വന്ന് ഇവിടെ ഇന്നലെ പറഞ്ഞതാണ്. എനിക്കാണെങ്കിൽ ഞാൻ അവ പിടിച്ചു ചേർത്ത് ശരിക്കും പൂച്ച വിട്ടത്. വെച്ചാൽ അതെന്താ പ്രശ്നം? നിങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ ഇതുപോലെയുള്ള കിണറ്റിൻ ചവിട്ടി പറയാൻ പറ്റിയ പെൺവർത്തമാനങ്ങളായി സാക്ഷ്യം അധപ്പതിക്കും. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉടമ്പടിയുടെ റെലം പറയണതിൻ്റെ കാര്യം. ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതിനൊരു വേറെ ഒരു ലെവൽ പ്രാർത്ഥനയാണത്. അതുകൊണ്ടാ വെച്ചാൽ നമുക്കറിയാമല്ലോ, മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ആയിട്ടാണ് ദൈവം ലോകത്തിലുള്ള എല്ലാം തിരിച്ചിരിക്കുന്നത്. മെറിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല. മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ബൈബിൾ വിഷയങ്ങളെ തിരിക്കണത് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ്യതയും അയോഗ്യതയും. ആ വിഷയത്തിന് അയോഗ്യമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഉടമ്പടി ചെയ്യേണ്ട കാര്യമുള്ളൂ. യോഗ്യമാണെങ്കിൽ ചുമ്മാ ബ്ലെസ്സിങ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് ഉടമ്പടി ആവശ്യമില്ല. അതൊന്ന് വേന കൂടിയാൽ, ജവമാല ചെല്ലിയാൽ, വീട്ടിലിരുന്ന് വേറെ എന്ത് പ്രാർത്ഥന കൂടിയാലും മതി. കുറഞ്ഞമായും പറഞ്ഞ മനസ്സിലായല്ലേ? അത് വളരെ സീരിയസ് വിഷയമാണ്. അതായത് ബൈബിൾ വിഷയങ്ങളെ തിരിക്കുന്ന 2ആയിട്ടാണ്, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോഗ്യതയുള്ള വിഷയം, നിങ്ങൾക്ക് യോഗ്യതയില്ലാത്ത വിഷയം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡോക്ടർ പറയണ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ടോം ഫിലിപ്പ് എന്നും പറഞ്ഞ ഒരു മകൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ടോം ഫിലിപ്പിന് കുറച്ച് നാളായിട്ട് മക്കളില്ല. പിന്നെ മക്കളെ കിട്ടിയപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. 2 മക്കളെ കിട്ടി ഒരുമിച്ച്. പെട്ടെന്ന് വൈഫ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് സംഭവിച്ചതാണ്.
അപ്പോൾ അല്ല അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതായത് ഈ മക്കളില്ലാതിരുന്നിട്ട് അവർക്ക് പെട്ടെന്ന് ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് മക്കളെ കിട്ടിയപ്പോൾ പെട്ടെന്ന് ഒരു ഗർഭപാത്രത്തിൽ 2 കുഞ്ഞുങ്ങൾ കഴിയപ്പോൾ ഇവർക്ക് നല്ല പക്ക സന്തോഷമായി. അപ്പോഴവരങ്ങനെ ജീവിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ അതവിടെ മരിച്ച് കിടക്കുകയാണ്. മറ്റേ കുഞ്ഞ് അവിടെ ജീവിച്ചിരിപ്പുണ്ട് ഗർഭപാത്രത്തിൽ. അതാണ് ടോം ഫിലിപ്പിൻ്റെ സാക്ഷ്യം. എരുമേലിക്കാരനാണ്. അപ്പോഴേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി മരിച്ചു പോയത് ഇവർ ഡോക്ടർ പറഞ്ഞു. അപ്പോഴേ ഇവർക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പം സങ്കടമല്ല പ്രശ്നം, ഈ മരിച്ച കുഞ്ഞ് വയറ്റിൽ കിടക്കുകയാണ്. മറ്റേ കുഞ്ഞ് അവിടെ ജീവിച്ചിരിപ്പുണ്ട്. വൈദ്യശാസ്ത്രം എന്ത് പറയും? ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി മരിച്ചില്ലേ, മറ്റേ കുഞ്ഞ് മരിച്ചില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ മരിച്ച കുഞ്ഞിൻ്റെ ബ്ലഡ് 2 ഒരേ സർക്കുലേഷനാണല്ലോ. ആ ബ്ലഡ് മോശം ബ്ലഡല്ലേ, അത് ചത്ത കൊച്ചിൻ്റെ ബ്ലഡ് ഈ കുട്ടിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടി ചിലപ്പോൾ ബ്രെയിനായിട്ട് ഓർമ്മ ഈ തലവിലെ പിള്ളേർ, അതുപോലെ തന്നെ ഓർമ്മയില്ലാത്ത കുട്ടികൾ, സംസാരിക്കാൻ ശേഷിയില്ലാത്തത്, ആന്തരിക അവയവങ്ങൾ ഡാമേജ് ആയ കുട്ടിയായിട്ടായിരിക്കും അടുത്ത 2ാമത്തെ കുഞ്ഞും. ഇപ്പം ഒന്നെങ്കിൽ മരിക്കും, പുറത്ത് വരികയാണെങ്കിൽ അതിന് അംഗവൈകല്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറയും. അപ്പോഴേ ഈ ടോം ഫിലിപ്പ് എന്നാ ചെയ്തിരിക്കണത്, അദ്ദേഹം അപ്പോഴാണ് വന്ന് ഉടമ്പടി ചെയ്യണത്. കാര്യം ഒരു കുഞ്ഞ് മരിച്ചുപോയി, ഭാര്യയുടെ വയറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ അടുത്ത കുഞ്ഞ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണമെന്നാണ് ഡോക്ടർ പറയണത്. പറയണത്. അപ്പം അങ്ങനെ മാറ്റുമ്പോൾ പിന്നീട് ഗർഭം ധരിക്കണമൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യനെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വന്ന് ഈ എമർജൻസി കേസ് ഞാൻ കാണുമല്ലോ, അതെന്താ കാരണം ഇതാണ്, ഇതുപോലുള്ള കേസ് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് അതിനെക്കൂടി എടുത്ത് കളയണമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ആ ചത്ത കൊച്ചിൻ്റെ ബ്ലഡ് ഇങ്ങോട്ട് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ഈ കുട്ടി കൊളാപ്സായി പോകും, വൈഫിനും കുഴപ്പമുണ്ടാകും എന്നൊക്കെയാണ് പറയണത്. അപ്പം ഞാനത് ഉടനെ ഉടമ്പടി എടുത്ത് കഴിച്ചിട്ടല്ലേ കാണുന്നത്. അപ്പം ഞാൻ ഉടനെ ഞാൻ കൂളായിട്ട് പറഞ്ഞു ഉടമ്പടി തൈലം വയറ്റി പുരട്ടി കൊടുക്കാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ, വേറെ ഒരു സൊല്യൂഷനും ഇല്ല. ഉടമ്പടി തൈലം ഭാര്യയുടെ അടിവയറ്റിൽ പുരട്ടി കൊടുക്കാൻ പറഞ്ഞു. കുറിച്ചിട്ട് വിശ്വാസപ്രമാണം പുരട്ടി കൊടുക്കാൻ പറഞ്ഞു. ദാറ്റ്സ് ഓക്കെ. അല്ല ഞാൻ എടുത്ത് കളയണമെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ എനിക്ക് വേണേൽ പറയാം, ഡോക്ടർ പറയണ പോലെ ചെയ്യാൻ പറയാം. അപ്പം കർത്താവ് എന്നെ പിടിക്കും. പിന്നെ നിന്നെ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കണമെന്ന് ചോദിക്കും. അതിലെ പ്രശ്നം. നിനക്ക് വിശ്വാസമില്ലാത്ത ഉടമ്പടി തൈലം നീ എന്തിനാണ് ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് ചോദിക്കും. അതാണ് പ്രശ്നം. അപ്പം ഞാൻ അല്പം സംശയമില്ല പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ആ കുട്ടി മരിക്കത്തില്ല. കുട്ടിയെ കർത്താവിൻ്റെ ഉടമസ്ഥയിൽ ഏൽപ്പിക്കണം. നീ ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് നീ വൈഫിൻ്റെ അടിവയറ്റ് തേച്ച് കൊടുക്കാൻ പറയും. അതോടുകൂടി ആ കുട്ടി രക്ഷപ്പെട്ട്. ആ കുട്ടിയെ കൊണ്ടാണ് അയാൾ സാക്ഷ്യം പറയാൻ വന്നിരിക്കണത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉടമ്പടി ലെവലെന്ന് പറയണത്. ഉടമ്പടി എന്ന് പറയണത് അതിൽ നേർച്ച വസ്തുക്കൾ പ്രവർത്തിക്കണം മാത്രമല്ല, അത് ഇപ്പം നിങ്ങൾ ഒരു ജനറേറ്റർ, ഇപ്പം നമ്മൾ ഈ കറക്റ്റ് സ്റ്റാർട്ടാക്കണ ഒരു ജനറേറ്റർ ഇല്ലേ, ആ ജനറേറ്റർ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജനറേറ്ററിന് നമുക്ക് വേണമെങ്കിൽ ഒരു 30,000 വാട്ട് വർക്ക് ചെയ്യുന്ന ആണെന്ന് വിചാരിച്ചോ. അത് നല്ല ജനറേറ്ററൊക്കെയാണ്. പക്ഷേ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അത് ആളിനില്ലെങ്കിൽ എന്ത് പറ്റും? ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് നല്ല വാട്ടുള്ള ജനറേറ്ററാണ്, ഇതിന് 10 ലക്ഷം രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ആരാണ്? അവന് ആരോഗ്യം വേണം ഇല്ലേ? ഉടമ്പടി എടുക്കാൻ അതിൻ്റേതായിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാകണം, ആത്മീയ ആരോഗ്യം. അത് പ്രശ്നമാണ്. ഉടമ്പടി എടുക്കുമ്പോൾ അതിനൊരു നിലപാടുണ്ട്. ഇപ്പം ഞാനെന്താ പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞ് എടുത്ത് കളയണം, അല്ലെങ്കിൽ മോശം ബ്ലഡ് കയറിയിട്ട് കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു പോകും, അത് കുട്ടിക്ക് ഓർമ്മ ഉണ്ടാകത്തില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊച്ചു ചിലപ്പോൾ ചത്തുപോയെന്ന് വരുമെന്ന്. അപ്പോൾ ഞാൻ പറയും നീ ഉടമ്പടി തൈലം കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഭാര്യയുടെ അടിവയറ്റി പെട്ടി കൊടുക്കാൻ പറയും. പക്ഷേ ഈ ടോം ഫിലിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുണ്ട്. ഞാൻ പറയുമ്പോൾ പിന്നെ സെക്കൻഡ് ഒപ്പീനിയൻ അയാൾ പോണില്ല. ഞാൻ പറഞ്ഞു, അച്ഛനിങ്ങനെ പറഞ്ഞു, എന്നാലും എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മകൻ ഡോക്ടറാണ്, MD ആണ്, അമേരിക്ക പഠിച്ചതാണ്, അവനും കൂടെ ചോദിച്ചേക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി തൈലത്തിൻ്റെ വിഷയം തീർന്ന് അവിടെ വെച്ച് തീരും. എന്താ കാര്യം? സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതുകൊണ്ടാണ്. സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കരുതെന്നല്ല, അത് വിവേചിക്കാൻ പരിശുദ്ധാത്മാവ് പറയണം.
പരിശുദ്ധാത്മാവ് വിവേചിക്കാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ എടുത്തുകൊള്ളാൻ പരിശുദ്ധാത്മാവ് വിവേചിച്ച് വിവേകം നൽകിയാൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം തന്നെ കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് ആന്തരികമായ ബോധ്യം നൽകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ദാനം ആവശ്യമായി വരണത് അതായത് ഇപ്പം ഞാനിത് പറഞ്ഞില്ല അവനോട്, കുട്ടി മരിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചളുപ്പില്ല, ഞാൻ ഒരു സംശയമില്ലാതെ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ ഒരു വിഷയമാണ്. നമ്മൾ കുറച്ച് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടത്, അവരോട് അങ്ങനെ പറഞ്ഞാൽ മതിയോ അതാ ഇങ്ങനെ പറയണോ എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് ലെവൽ മാറി. വിശ്വാസം എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. ഇപ്പം നീ ഒരു മലയോട് ചെന്ന് കടലിൽ ചെയ്ത് നിൽക്കാൻ ഹൃദയത്തിൽ ശങ്കിക്കാതെ പറഞ്ഞാൽ അതനുസരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞില്ല. അപ്പം ഹൃദയത്തിലുള്ള ശങ്ക എന്ന് പറയണത് നിങ്ങൾ ഒരു വലിയ വില്ലനെപ്പോലെ നമ്മൾ മരണം വരെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. വിശ്വാസം എന്ന് പറയണതല്ല, വിശ്വാസത്തിൻ്റെ വില്ലനെയാണ് നമുക്ക് എപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത്. വിശ്വാസം അതിന് എതിരായിട്ടുള്ള സാധനം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വിശ്വാസത്തെ വളർത്തണതിന് അതിൻ്റെ എതിരായിട്ടുള്ള സംഭവത്തെ നമ്മൾ എപ്പോഴും, വിശ്വാസത്തെ വളർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എതിരായിട്ടുള്ള അവിശ്വാസത്തെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത്? എൻ്റെ അവിശ്വാസത്തെ 9:24 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 9:24 ശ്രദ്ധിക്കട്ടെ. 9:24 ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഇവിടെ പറഞ്ഞ ഒരു കുട്ടിയുടെ അപ്പൻ കുട്ടി അസുഖമായി കിടക്കുമ്പോൾ ഈശോയുടെ അടുത്ത് വരണതാണ്. അവന് പിശാചബാധ എന്താ പ്രശ്നമാണ്. അപ്പോൾ ഈശോ പറയുമ്പോൾ നീ ഇത് വിശ്വസിക്കുമോ, എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവൻ പറഞ്ഞു ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് തോന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവയൊക്കെ ഒരു സംശയം. പക്ഷെ ആ സംശയത്തിന് അയാൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അയാൾ എന്താ പറയണത്? മർക്കോസ് 9:24 ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച്. എൻ്റെ ഒന്ന് പറഞ്ഞ എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പോഴേ വില്ലൻ, വിശ്വാസത്തിൻ്റെ വില്ലൻ ആരാണ്? സംശയമാണ്. അതിന് വിളിക്കുന്ന പേരെന്താണ്? അവിശ്വാസം എന്നാണ്. അവിശ്വാസം ആരാ പരിഹരിക്കേണ്ടത്? അയൽവാസിയാണോ പരിഹരിക്കേണ്ടത്? അല്ല, കർത്താവാണ് പരിഹരിക്കേണ്ടത്. അതാണ് അയാൾ പറയണത്. അയാൾ എന്ത് കൃത്യമായിട്ടാണ് പറയണത്? ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. എന്നും നമ്മൾ ദൈവതിരുസന്നിധി പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ്? അവിശ്വാസം പരിഹരിക്കണമേ. നമ്മളൊരു വീട്ടിൽ ചെന്ന് വഴിയാത്രയിൽ വെള്ളം ചോദിക്കണമെന്ന് വിചാരിച്ചോ? അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വെള്ളം ചോദിക്കുമ്പോൾ നമ്മൾ പാത്രം ചോദിക്കുന്നുണ്ടോ? വെള്ളത്തിന് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം തരാനാണ് പറയണത്, അതാ വെള്ളം തരാനാണ് പറയുന്നത്. അത്ര പ്രശ്നം. നിങ്ങൾ വിശ്വാസം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്സഫാത്തോ യു ആർ പ്രീസപ്പോസിങ് ദാറ്റ് ഇറ്റ് ഈസ് അത് ബ്രിങ് ചെയ്യണത്, നമുക്ക് തരണത് പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ചോദിക്കണത്. മനസ്സിലായ കാര്യം? വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വിശ്വാസം വർദ്ധിക്കണമെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണത് അതുകൊണ്ട് ഐസയ 1 വായിച്ചോളൂ. ഐസയ 11:2 പരിശുദ്ധാത്മാവ് ദാനം. ശ്രദ്ധിക്കട്ടെ. യേശയ്യ 11:2 ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. 1 Corinthians 12:8 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 Corinthians 12:8 ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. അപ്പോൾ അത് വിശ്വാസം എന്ന് പറയുന്നത്
നമുക്ക് കേവല വിശ്വാസമൊന്നും പറഞ്ഞ സംഭവമില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നില്ലേ, അമേരിക്ക നിങ്ങൾ പോയിട്ടില്ല, പക്ഷേ അമേരിക്ക അവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെയുള്ള ഒരു കേവല വിശ്വാസമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. മനസ്സിലായില്ലേ? വിശ്വാസം, മാനുഷിക വിശ്വാസമുണ്ട്. എന്തുമാത്രം വിശ്വാസം. നമ്മുടെ അമ്മയാണ് നമ്മൾ പറയണത്, നമ്മുടെ അപ്പൻ ഇങ്ങേരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതൊരു വിശ്വാസത്തെ നമ്മൾ അപ്പനായിട്ട് സ്വീകരിക്കുന്നു. ആ വിശ്വാസമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെ മാനുഷിക വിശ്വാസമോ ഇൻഫറൻസോ ഒന്നുമല്ല, ഒരു സെക്കുലർ ഇൻഫറൻസ് ഒന്നുമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം ബേസിക്കലി ഇറ്റ് ഇസ് എ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരമാണ്. ഒരു ഉടമ്പടി മേജറായിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യുന്നതാണ് ഉടമ്പടി. അതിന് അനപേക്ഷിതമായി അനുധാരികളാണ് അടിസ്ഥാന ആത്മീയ പ്രമാണങ്ങളായിട്ട് ഞാൻ നിങ്ങളെ ഇപ്പോഴും ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.